പണ്ടൊക്കെ അച്ഛന്മാർക്ക് കുട്ടികളുണ്ടാവുന്ന സമയത്ത് വലിയ റോളൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആകെ സിറ്റുവേഷനൊക്കെ മാറി. നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെ സെറ്റപ്പ് എല്ലാം മാറി, കുടുംബങ്ങളായി. പല ആൾക്കാരും വിദേശങ്ങളിലൊക്കെയാണ്. അവിടെയാണെങ്കിലും പാരന്റ്സ് രണ്ടുപേരെ ആ കൂടെ ഉണ്ടാവുള്ളൂ. ചിലപ്പോഴായിരിക്കും ഒരു സപ്പോർട്ട് പേഴ്സൺ ഒക്കെ തേർഡ് പേഴ്സൺ ഉണ്ടാവുക തന്നെ ചെയ്യാം. അപ്പൊ ശരിക്കും അച്ഛനും അമ്മയ്ക്കും ഒരേ റോളാണ് കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത്. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നതിനേക്കാളും കുട്ടിയുടെ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയായിട്ട്, ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാവട്ടെ, കുളിപ്പിക്കുന്നതിനെ പറ്റിയാവട്ടെ, എല്ലാ കാര്യത്തിനും അച്ഛനും ഈക്വൽ റോള് തന്നെ വന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. എന്നാല് ഇപ്പോഴും എവിടെ നോക്കിക്കഴിഞ്ഞാലും അമ്മ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ് വരാറുണ്ടെങ്കിലും അച്ഛന്മാരെന്ത് അറിയണം, അല്ലെ അച്ഛന്മാരെന്ത് ചെയ്യണം എന്നതിനെ പറ്റി പൊതുവെ ഒരുപാട് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു സമയത്ത്, കുട്ടി ഉണ്ടാവുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതും ഒറ്റപ്പെട്ടു പോകുന്നതുമായിട്ടുള്ള ഒരു ആൾക്കാരെന്ന് പറയുന്നത് ഈ അച്ഛന്മാരാണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന 10 കാര്യങ്ങളാണ് അച്ഛന്മാര് അച്ഛനാവാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനും, അല്ലെ പ്രിപ്പയർ ചെയ്യേണ്ട 10 കാര്യങ്ങളും. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത്. ഓൾറെഡി അച്ഛനാണെങ്കിലും കണ്ടു നോക്കാം, കാരണം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലേതെങ്കിലും ഒക്കെ പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ കൂടാതെ നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നും എന്നോട് പറയുകയാണെങ്കിൽ, കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ, ഇത് കാണുന്ന മറ്റുള്ള ആളുകൾക്കും അതും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള ന്യൂസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുള്ള ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും അല്ലെ പലപ്പോഴും ആണുങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛനാവാൻ പോവുക എന്ന് പറയുന്നത് ലൈഫിൽ ഒരു ചേഞ്ച്, ഒരു ബിഗ് ചേഞ്ച് ആണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ റെഡി ആയിരിക്കത്തില്ല അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരണം നമുക്ക് അറിയണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻകം ആണ്. അതായത് എത്ര തന്നെ നമ്മളെ സഫീഷ്യന്റ് ആയിട്ട് ഫണ്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഇച്ചിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ വൈഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഒരു ലോങ് ബ്രേക്ക് ഒക്കെ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ തന്നെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടി വരും. ഈ ഒരു സമയത്ത് ഇത് എങ്ങനെ കൊണ്ട് എത്തിക്കും, ഇതെല്ലാം എന്റെ കയ്യിലുള്ളത് മതിയാവോ, എനിക്ക് എവിടെന്നെങ്കിലും കിട്ടുമോ ഇത് കൂടുതൽ കാശ് എന്നുള്ള ഒരു ടെൻഷൻ. ആ ടെൻഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു സന്തോഷത്തിനെ ശരിക്കും അത്ര ആസ്വദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അല്ലെ ഞാൻ മറ്റ് പാരന്റ്സിന്റെ അടുത്ത് ആ ഡാഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു ജേർണിനെ ട്രസ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ കയ്യിലുള്ളത് ഇനഫാണ്, അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് അതുപോലെ ചെയ്യാം എന്നുള്ള ഒരു ട്രസ്റ്റ് യുവർ ജേർണി എന്നുള്ള ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതായിരിക്കും എപ്പോഴും ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ഒരു കാര്യം. അപ്പൊ അച്ഛന്മാരൊന്ന് മനസ്സിൽ വിചാരിക്കുക, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. അത് റൂയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് നിങ്ങളുടെ സന്തോഷത്തിനെ റൂയിൻ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. ട്രസ്റ്റ് യുവർ ജേർണി എന്നുള്ളതാണ്, അവിടെയാണ് നിങ്ങൾ ശരിക്കും ആ ഒരു ജേർണി തുടങ്ങുന്നത്. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ എൻജോയ് ചെയ്യാൻ തന്നെ ട്രൈ ചെയ്യും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ബി റെഡി ഫോർ ദ ചേഞ്ച്. അതെന്താണെന്നറിയോ, പല ആളുകൾക്കും ചിലപ്പം ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അങ്ങനെ റൊട്ടീൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഒരു റൊട്ടീനാണ്. കാരണം കുട്ടികൾ ചിലപ്പം നല്ല ഡേയ്സും ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ബാഡ് ഡേയ്സും ഉണ്ടാവും. അവർ ഒരു രാത്രി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രാത്രി അവർ ഉറങ്ങുന്നേ ഉണ്ടാവില്ല. ഈ സമയത്ത് നമ്മുടെ ഉറക്കം ശരിക്കും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു റൊട്ടീൻ ഇല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന ആളാണെങ്കിൽ, ഈ കുട്ടിയുടെ റൊട്ടീനും നമ്മുടെ റൊട്ടീനും കൂടെ കൊളാപ്സ് ആയിട്ട് അവിടെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനും നമുക്ക് തന്നെ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു റൊട്ടീൻ സെറ്റപ്പ് ചെയ്ത് കുട്ടീനെ അതിലേക്ക് വെൽക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സിങ്കായി പോവാൻ, അലൈൻ ചെയ്ത് പോവാൻ എളുപ്പമായിരിക്കും. മിക്ക അച്ഛന്മാരും ഒരേപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മൂന്നാമതായിട്ട് ബ്രിങ്ങപ്പ് ചെയ്യുന്നത്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്ന ആളാണെങ്കിൽ, രാവിലെ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ബി റെഡി ടു ഗെറ്റ് അപ്പ് ഏർലി. അതായത് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് നിങ്ങളൊരു ശീലമാക്കേണ്ട ആവശ്യം അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം നിങ്ങൾ എത്ര വൈകി കുട്ടീനെ ഉറക്കാൻ നോക്കിക്കഴിഞ്ഞാലും കുട്ടികൾ ഏർലി ബേർഡ്സ് ആയിരിക്കും തുടക്കത്തിൽ. അപ്പൊ അവര് നേരത്തെ ചിലപ്പോൾ 5:30 വരെ എണീറ്റ് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടാവും. നിങ്ങളൊരു 12:30 1 മണിക്കൊക്കെ ഉറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ഉറക്കം ഒട്ടും ശരിയാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ കിടക്കാനും നേരത്തെ എണീക്കാനും പഠിക്കുക എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ടോപ്പ് പ്രയോറിറ്റിയിലുള്ള കാര്യമാണ്. അത് ഇത്രയും ലേറ്റായി പറയുന്നതിന്റെ
കാരണം ഈ ഒരു വീഡിയോ മെയിൻലി അച്ഛന്മാർക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ മറ്റൊരു കാര്യം ഒരു കാരണവശാലും മറക്കരുത്, അത് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഭാര്യ ഓക്കെ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത്, ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് അവരുടെ കൂടെ പോയി ഇരിക്കുന്നതോ, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും 1 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും അവരുടെ പുറകെ എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ച് നടക്കുന്നതിന് പകരം അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഒരുപാട് ചേഞ്ചസ് കൂടെ നടന്നു പൊക്കോണ്ടിരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ വൈഫ്. ആ സമയത്ത് നിങ്ങൾ ആണ് അവർക്ക് മറ്റെന്തിനേക്കാളും സമാധാനം കൊടുക്കാൻ ഏറ്റവും പറ്റുന്ന പേഴ്സൺ. അവരുടെ അമ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഉണ്ടാവാം, മറ്റാളുകളൊക്കെ ചുറ്റിലും ഉണ്ടാവാം. പക്ഷെ ആരുണ്ടായിട്ട് ഒരു കാര്യവുമില്ല, സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ആ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഭാര്യയ്ക്ക് വേണ്ടത്. ഇനി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ബി റെഡി ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് ചില സാക്രിഫൈസസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട് ഇച്ചിരി മെസ്സി ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു നേരം ഫുഡ് ഉണ്ടാക്കാൻ ആരും അടുക്കളയിൽ ഉണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കേണ്ടി വരുമായിരിക്കും. ഇതൊന്നും അല്ലെ, കുറച്ച് വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോൾ വീട്ടിൽ ആളില്ലാന്ന് വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്ന് ചിലപ്പോൾ ഉറക്കം ഇല്ലാത്ത രാത്രി ഉണ്ടാവും, ഉറക്കം കൂടുന്ന രാത്രി ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. സാക്രിഫൈസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ റുട്ടീൻസ്, അല്ലെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും. ചില ആളുകൾക്കൊക്കെ ചില ചിട്ടകൾ ഉണ്ടാവില്ല. ഈ ചിട്ടകൾ എന്ന് പറയുന്നത് റുട്ടീനിനേക്കാളും ഇത്തിരി വ്യത്യാസമായിരിക്കും. അതായത് എനിക്ക് മറ്റൊരാൾ ചെയ്തു തരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ചിട്ടയിൽ പെടുന്നത്. രാവിലെ ഒരു ചായ കുടിക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം നേരത്തിൽ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. ഈ കാര്യങ്ങളിലൊക്കെ ചില സാക്രിഫൈസും നമ്മളും കൂടെ ഒരു വീടിന്റെ അല്ലെ അടുക്കളയുടെ ഒക്കെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് അതായിരിക്കും ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു കാലം വരെ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഒരു മുമ്പോട്ടുള്ള ഭാവിയിലേക്ക് അത് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് വരും ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, നമുക്ക് ആവശ്യമില്ലാത്ത അഡ്വൈസസ് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ബി റെഡി ഫോർ ദാറ്റ് ടു. അതായത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഡ്വൈസിനെയും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഫൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് എതിര് പറയുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ആയിരിക്കില്ല ചില സമയങ്ങളിൽ. അപ്പൊ അങ്ങനെ വരുന്ന അഡ്വൈസസിനെയൊക്കെ ചിരിച്ച് തലയാട്ടി വിടുക, അല്ലെ ഇഗ്നോർ ചെയ്യാന്നൊക്കെ ഉള്ളതായിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ നല്ല നല്ല ഇന്റൻഷനോട് കൂടി തന്നെ ആൾക്കാർ പറയുന്നതാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസിന് ചിലപ്പോൾ ചേരാത്തതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതും ഈ വഴിയിൽ കൂടെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് പുതിയ അച്ഛന്മാരും പുതിയ അമ്മമാരും ആവുന്ന സമയത്താണ്. അപ്പൊ അതിനും കൂടെ നമ്മളൊന്ന് റെഡി ആവുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്. അതായത് അച്ഛന്മാർക്ക് ബ്രേക്ക് വേണ്ടെന്ന് ആര് പറഞ്ഞു? അച്ഛന്മാർക്കും ബ്രേക്ക് വേണം. അത് കൂടുതലായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും വീട്ടിലുണ്ട് എന്നുള്ള ഉറപ്പ് ഉണ്ടാവണം. അതുപോലെ തന്നെ അവർക്ക് ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ ബ്രേക്ക് കൊടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു 2-3 മണിക്കൂർ നിങ്ങളും ബ്രേക്ക് എടുത്തിരിക്കണം. നിങ്ങൾ പുറത്തു പോകണം, നിങ്ങളുടെ കൂട്ടുകാരെ കാണണം, നിങ്ങൾ കുറച്ച് സമയമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ കണ്ടെത്താൻ ഉറപ്പായിട്ടും നോക്കണം. അവിടെയാണ് അടുത്ത പ്രോബ്ലം ഉള്ളത്. അത് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ട് ആ ബാലൻസിങ് അത് ഉറപ്പാക്കണം എന്നുള്ളതും നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേക്ക് യുവർ വൈഫ് ബാക്ക്. അതായത് നിങ്ങൾക്കറിയാം പുതിയൊരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ആള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിനെ സ്റ്റീല് ചെയ്യാൻ പോകുന്ന ആളാണെന്ന് നല്ല ഉറപ്പുണ്ടല്ലേ. ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അമ്മമാരെ സംബന്ധിച്ച് അപ്പോഴത്തെ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിരിക്കും, അവരുടെ ഉറക്കമായിരിക്കും, അവരുടെ പാലായിരിക്കും, അവരുടെ ഭക്ഷണമായിരിക്കും, അവരുടെ എല്ലാം ആയിരിക്കും. ആ സമയത്ത് അച്ഛന്മാർക്കും ഇങ്ങനെ തന്നെയാണെങ്കിലും അച്ഛന്മാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഭാര്യമാരെ ഒരു സമയം കുറച്ചെങ്കിലും കൂടെ നിർത്താൻ വേണ്ടിയിട്ടും എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കുട്ടിയെ എവിടെയെങ്കിലും ഒരു ആളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ അല്ലെങ്കിൽ നെയ്ബറിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ എടുത്ത് 1 മണിക്കൂറത്തേക്ക് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ബേബി സിറ്ററിൻ്റെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് ഇടയ്ക്ക് ഭാര്യയായിട്ടൊന്ന് ഔട്ടിങ് പോകുന്നത്, കുറച്ചു നേരം ക്വാളിറ്റി ടൈം ഇരിക്കുന്നത്, ആ കുട്ടി ഉറങ്ങിയതിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും അവരുമായിട്ട് ഒന്ന് സ്വന്തമായിട്ടുള്ള സമയം ചെലവാക്കുന്നത്, അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആള് അച്ഛന്മാരാണ്. കാരണം ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അമ്മമാര് ബിസി ആയിരിക്കും. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ സമയത്ത് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കാം. മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹോൾഡ് യുവർ റിലേഷൻഷിപ്പ് ബാക്ക് വെരി സ്ട്രോങ്ലി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഒരച്ഛന് ശരിക്കും ചെയ്യാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അച്ഛന്മാര് എന്ന് പറയുന്നത്
മൊമെന്റില്, കുഞ്ഞുണ്ടാവുന്ന മൊമെന്റ് മുതൽ അതിനു മുമ്പ് വരെ എന്തായിരുന്നു എന്നുള്ളൊരു പ്രശ്നമല്ല. ആ മൊമെന്റ് മുതൽ നിങ്ങളൊരു ഹീറോയാണ്, നിങ്ങൾ ഒരാളുടെ ചാമ്പ്യനാണ്. നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ കുഞ്ഞ് നിങ്ങളുടെ സ്വരം കേൾക്കാൻ പോവുകയാണ്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പോവുകയാണ്, നിങ്ങളെ കാണാൻ പോവുകയാണ്, നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ പഠിക്കാൻ പോവുകയാണ്. നാളെ ഒരു ലിറ്റിൽ മാസ്റ്റർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ലിറ്റിൽ പ്രിൻസസ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ച് നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വാല്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കുറച്ച് നല്ല കാര്യങ്ങൾ, അത് എൻ്റെ കുട്ടി എന്നിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണെന്ന് ഉറപ്പാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതെന്താണെന്നും കൂടെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. ചില കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പഠിക്കരുത് എന്ന് വിചാരിക്കുന്നത് അതിനെ മെല്ലെ മെല്ലെ ഒന്ന് കളയാനും നോക്കണം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള അച്ഛന്മാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.